ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ നമുക്ക് ഒന്നിച്ച് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 85 മുതൽ 87 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 22 അധ്യായം 40 വാക്യം. അഹസ്യാവ് അവന് പകരം രാജാവായി. ആഹാബ് രാജാവിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും മകനായിരുന്നു അഹസ്യാവ്. ഈ പേരിൻ്റെ അർത്ഥം യഹോവ മുറുകെ പിടിച്ചു എന്നതാണ്. ഇതേ പേരിൽ മറ്റൊരു രാജാവും വേദപുസ്തകത്തിൽ കാണപ്പെടുന്നു. അദ്ദേഹം യഹൂദയിൽ ഭരണം നടത്തിയിരുന്നതായിട്ടാണ് തിരുവചനത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. അത് യഹോരാം രാജാവിൻ്റെ പുത്രനായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആഹാബ് രാജാവിൻ്റെ മകൻ അഹസ്യാവിനെ കുറിച്ചാണ്. ആഹാബ് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് രാജാവാകുകയും തുടർന്ന് 2 വർഷം ഭരണം നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അഹസ്യാവ്. അഹസ്യാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. ബാൽ ആരാധന പിന്തുടർന്ന വ്യക്തിയായിരുന്നു അഹസ്യാവ്. ഈ കാലഘട്ടത്തിൽ മോവാബ്യരുടെ പീഡനം ഏറി വന്നിരുന്നു. മാത്രമല്ല, അഹസ്യാവ് തൻ്റെ അപ്പനായ ആഹാബിൻ്റെയും അമ്മയായ ഇസബേലിൻ്റെയും വഴിയിൽ നടക്കുകയും ഇസ്രായേലരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ നാബോത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ വഴിയിൽ ജീവിക്കുകയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ട് ഉള്ളത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുകയും ബാലിനെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അഹസ്യാവ് തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ദേവനോട് അരുളപ്പാട് ചോദിക്കുന്നു. അഹസ്യാവ് ശമര്യയിലെ തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽക്കലിൽ കൂടി വീണ് ദീനം പിടിച്ചു. അതിനാൽ തൻ്റെ ഈ ദീനം മാറി തനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് ചോദിപ്പാൻ തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നു. എന്നാൽ ഏലിയ പ്രവാചകൻ അഹസ്യ രാജാവിൻ്റെ ഈ ഭൃത്യന്മാരെ പിന്തുടരുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്യുന്നു. എന്തിനാണ് നിങ്ങൾ എക്രോനിലെ ദേവനോട് ചോദിപ്പാനായിട്ട് പോകുന്നത്? ഈ കാരണനിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായും മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് പോയി നിങ്ങളുടെ രാജാവിനോട് പറയുക എന്ന്. 2 രാജാക്കന്മാർ 1 അധ്യായം വായിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അഹസ്യ രാജാവിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഏലിയ പ്രവാചകൻ അഹസ്യ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രവാചകൻ പോയിട്ട് ഇപ്രകാരം പറയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്? ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് അരുളപ്പാട് നൽകുന്നു. തുടർന്ന് അവിടെ പറയുന്നത്, ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. ഇവിടെ അഹസ്യ രാജാവ് ജീവനുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിയതിനാൽ യഹോവ അവനോട് കോപിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ദേവനോട്, എക്രോനിൻ്റെ ദേവനോട് അരുളപ്പാട് ചോദിക്കുവാനായിട്ട് താല്പര്യം കൂട്ടുന്ന ഒരു പ്രവാചകനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ പ്രധാന സ്ഥാനം കൊടുക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാകുന്നു. നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും സങ്കടപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇനി മുതൽ അവിടുന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവസരം നൽകുന്ന കാലത്തോളം അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.